ഹലോ ഗീസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളർ പേപ്പറൊക്കെ വെച്ചിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്നല്ല വിചാരിച്ചേ. നമ്മുടെ ആദ്യത്തെ അംഗനവാടിക്ക് ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റാർ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ശരി, നമുക്കൊന്ന് സ്റ്റാർ ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളർ പേപ്പറൊക്കെ മേടിച്ചു കൊണ്ടുവന്നു കേട്ടോ. നമ്മൾ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു A4 ഷീറ്റ് പോലെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ ഇതേപോലെ 3ആയി മടക്കിയിട്ട് നമ്മളതിനെ ഇതേപോലെ ഒന്നും കൂടി മടക്കി കൊടുക്കുക കേട്ടോ. മടക്കി വൃത്തിയായിട്ട് മടക്കണം കേട്ടോ. അപ്പം നമുക്കൊരു 6 പീസായിട്ട് കിട്ടും കേട്ടോ. ഇതേപോലെ വെട്ടിയിട്ട് പിന്നെ നമുക്ക് ഓരോ പീസാക്കിയിട്ട് അതിന് ഒരു 6 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റ് സമചതുരത്തിലായിരിക്കണം കേട്ടോ. അതാണ്ടോ ഒരു 6 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരേ അളവിൽ തന്നെ ആയിരിക്കണം. അത് വെച്ചാൽ നമ്മുടെ സ്റ്റാർ ചെറുതും വലുതും ഒക്കെ ആവും കേട്ടോ. അപ്പോൾ ഒരേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. എങ്ങനെ മടക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം അതിൻ്റെ കോണ് കറക്റ്റ് ആക്കിയിട്ട് അതിൻ്റെ കുറച്ച് വരുന്ന പോർഷൻസ് ഉണ്ട്, ഇതിൽ ബാക്കി വരുന്ന പോർഷൻസ് നമുക്ക് കത്രിക എടുത്തിട്ട് വെട്ടിക്കളയാം കേട്ടോ. ഇതേപോലെ കൂണ് പോലെ നമ്മൾ മടക്കി കഴിഞ്ഞ ശേഷം ഇതിൽ കണ്ടോ ഒരു എൻഡിൽ കുറച്ച് ഭാഗം വരുന്ന അത് നമുക്ക് കത്രിക എടുത്തിട്ടൊന്ന് വെട്ടിക്കളയാം കേട്ടോ. വെട്ടിക്കളഞ്ഞ ശേഷം നമ്മൾ 2 സൈഡും ഇതേപോലെ മടക്കി കൊടുക്കുക. നമ്മുടെ ഈ അറ്റം ഭാഗം നല്ല കൂർപ്പായിരിക്കണം. ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗവും അതേപോലെ മടക്കി കൊടുക്കുക. താഴത്തും അതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്നും കൂടി മടക്കണം കേട്ടോ. നമ്മൾ മടക്കാണ് നേരെ ശ്രദ്ധിക്കേണ്ടത്. മടക്ക് നേരെ ശ്രദ്ധിച്ചിട്ടില്ല പറഞ്ഞു വെച്ചാൽ നമുക്ക് നമ്മുടെ സ്റ്റാർ നേരെ കിട്ടില്ല കേട്ടോ. ഇതേപോലെ ആക്കി കൊടുക്കാം. അതുപോലെ നമുക്ക് എല്ലാം ആക്കി കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം ആക്കി കൊടുത്തിട്ട് നമുക്കിതിൽ ഗമ്മ് വെച്ച് ഒട്ടിക്കണം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ബാക്കി 5 എണ്ണം ഇതേപോലെ ഒന്നും കൂടി ആക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല പറഞ്ഞിട്ടോ ഞാൻ ഒന്നും കൂടി ആക്കുന്നത് കാണിച്ചു തരുന്നത്. കോണ് പോലെ ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ 5 എണ്ണം മടക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതിൽ എവിടെ വെച്ച് ഗമ്മ് ഒട്ടിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അതാണ്ട് എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതിൽ കുറച്ച് പശ ഇതാണ്ടോ നമ്മൾ 2 ഭാഗം മടക്കി വെച്ചല്ലോ അവിടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു കയ്യിൽ രൂപം പോലെ ആവും കേട്ടോ. ഇത് മടക്കി നമ്മൾ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ രൂപം പോലെ ആവും. അങ്ങനെ എല്ലാം ഒട്ടിച്ചിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്താ ചൊട്ടണ്ടേ പശ കുറച്ച് കട്ടിയുള്ള ഭാഗമാണല്ലോ അവിടെ കൊണ്ട്, അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ മടക്കി കൊടുത്ത് പശയൊക്കെ വെച്ച് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനതേപോലെ കൂർപ്പ് പോലെ മുന പോലെ ആക്കി കൊടുക്കണം കേട്ടോ. അതേപോലെ ഒന്ന് നന്നായിട്ട് കൂർപ്പ് രൂപത്തിലാക്കി കൊടുക്കുക. എല്ലാം അതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇതിനെ ഒട്ടിക്കണം. ഗമ്മ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കണം കേട്ടോ. കാണിച്ചാൽ എങ്ങനെ ഒട്ടിക്കുകയെന്ന്. നമ്മളിപ്പോൾ എല്ലാം സ്റ്റാറിൻ്റെ ചിറകിനെല്ലാം സ്റ്റാർ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ ഗമ്മ് വെച്ച് കൊടുത്തിട്ട് എല്ലാം ഒരേപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. മൊത്തം ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിനൊന്ന് നമുക്ക് വിടർത്തി കൊടുക്കണം. അതിൻ്റെ 2 പോർഷൻസും കൂടി ഒന്നും കൂടി തമ്മിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കുട്ടികളുടെ സ്കൂളിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റാർ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ സ്റ്റാറൊക്കെ ഏകദേശം സ്റ്റാറായി. അങ്ങനെ നമ്മൾ അംഗനവാടിക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്റ്റാറുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കൂളിലെ പിള്ളേർക്കൊക്കെ നമുക്ക് ഇപ്പോൾ സ്റ്റാർ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വാശി പിടിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. കളർ പേപ്പർ വെച്ചാലും വൈറ്റ് പേപ്പർ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.